വണ്ടി ഓടിക്കണം. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് കേൾക്കുന്ന ഡയലോഗ് ഇതാണ്. അല്ല അവരൊന്നും ഒട്ടടി കണ്ടില്ലേ? അതിന് നമ്മൾ അവരെ പോലെ സംസാരിക്കണമെന്നുണ്ടോ? അല്ല ഓക്കെ ഇത് ഓക്കെ. എന്താണ്ടാ ഇത് ഗ്ലാസ് ആയിരിക്കും. എന്താണ്ടാ പന്നി വിളിച്ച് നേരെ നോക്കി വണ്ടി പുറത്തോട്ട് ഇറങ്ങടാ, പുറത്തോട്ട് ഇറങ്ങി പറയടാ. ഞാൻ വണ്ടി വിളിക്കണ പൊളിക്കണ വണ്ടി പുറത്തോട്ട് ഇറങ്ങടാ. എടാ നീ വണ്ടി അങ്ങോട്ട് എടുത്തിട്ടാ അല്ലെങ്കിൽ അടിച്ച് പൊളിക്കും ഞാൻ. വണ്ടി കൊണ്ട് വണ്ടി കൊണ്ട് എങ്ങനെയുണ്ട്? എന്നാ നീ മുണ്ട് മാറ്. ഡോക്ടർ പറഞ്ഞേ നാളെ ഉച്ചയ്ക്ക് പോവാന്ന്. ഞാൻ പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു. കല്യാണ ചക്കനാ, ഇന്ന് എന്തായാലും വീട്ടിൽ കയറിയേ പറ്റുള്ളൂ എന്ന്. മനസ്സിലായ? ഇന്നാ നിന്റെ മൊബൈല് ഇതേ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വണ്ടിയുടെ ഗ്ലാസ് മാറ്റാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തൽക്കാലം ഇപ്പം വിനീതിൻ്റെ വണ്ടിയിൽ പോവാം. അവനിപ്പോൾ ബില്ല് കൊടുത്തിട്ട് വരും. ഗീതി എവിടെയാ? അവളാ സലാംക്കയുടെ വീട്ടിലുണ്ട്. നീ വന്നിട്ട് ഒരുമിച്ച് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ നിന്നെ തല്ലിയത് ആ ഡയമണ്ട് കോളനിയിലെ പിള്ളേരാ. കോളനി ഒന്നുമില്ല, ഒരു 3-5 വീടും ഒരു 3-5 എന്താ പറയാ പനവത്തി പിടിച്ച പിള്ളേരും ഉണ്ട്. ഇത് നടക്കുന്നില്ല. ഇല്ലേ? ഇവിടുത്തെ ഫോർമാലിറ്റീസും കഴിഞ്ഞോ? കഴിഞ്ഞാ? എന്നാ മൊബൈൽ പിടിച്ച്. ആ കാറിൻ്റെ ഇതിൻ്റെ അല്ലേ? വാ. നിനക്കൊന്നും നടക്കാൻ പാടില്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താ നോക്ക്. നീ കിടന്ന് ഓടാതെ അടങ്ങിയിരിക്കുക. എന്ത് കഷ്ടാലേ കല്യാണം തന്നെ തല്ലിട്ട്, അതും സ്വന്തം പെണ്ണിന്റെ മുമ്പ് വെച്ചിട്ട്. കേസ് വല്ലതും കൊടുത്തിട്ടുണ്ടാവോ? ഇനി കേസ് കൊടുത്തിട്ട് കിട്ടാളെ കിട്ടിയില്ലേ? വണ്ടി വന്നു സ്ഥലമേ വാ. ആൾക്കാരൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ടല്ലോ. അവരെത്തിട്ടാ അവിടെ റെഡിയല്ലേ? പണിയായില്ലോ. എല്ലാവരും ഇപ്പോഴും കൂടി ഞാൻ ആ നാലെടുത്ത് പറഞ്ഞാണ്ടായതാ. അവരെത്തി, ഞാൻ വിളിക്കാം. എവിടെ ഇരി. നിന്നോട് ഞാൻ ഈ ആൾക്കാരൊക്കെ മാറ്റാൻ പറഞ്ഞല്ലേ? തകച്ചേ അത് ഞാനെന്ത് ചെയ്യാനാണ്? ഇതൊക്കെ നമ്മുടെ നാട്ടുകാരാ. എനിക്ക് അവരോട് പറയാൻ പറ്റും അവിടെ പോയിരിക്കും ഇവിടെ പോയിരിക്കുന്നൊക്കെ. നീ വന്നേ. ഇതിനെ വിളിച്ച പോലെ നന്നായി കിട്ടിയിട്ടുണ്ട്. ഞാൻ വിളിച്ചു വന്നില്ല. പറഞ്ഞല്ലോ.
അമ്മച്ചി ആ വിളക്കിൻ്റെ തന്നാ മുഹൂർത്തമൊക്കെ കഴിഞ്ഞു തങ്ങച്ച. ഇനിയിപ്പോ വിളക്കും തിരിയൊന്നും വേണ്ട. മക്കള് വലുതുകാലം വെച്ച് കയറി. എന്നാ പിന്നെ അതൊന്നും വേണ്ട, നീ കയറി വാ. ആ കയറ്. അതെ ഇത് താലി കെട്ടിയില്ലല്ലോ, പിന്നെ പെണ്ണിനെ എങ്ങനെ വീട്ടിൽ കയറ്റണേ? അത് പിന്നെ കെട്ടിക്കോളാം ഒരു പ്രാവശ്യം നിങ്ങൾ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞാ കേറിക്കോ. കയറ്, മക്കള് വലുതാലും വന്നേ. കയറി. കേറിക്കോ. അടി നല്ലോണം കിട്ടിയ ലക്ഷണമുണ്ടോ? വാ. എടാ നന്ദു, അച്ഛൻ അച്ചോടെ ഇരിക്കി. വാ അമ്മച്ച, മധുരം എന്തെങ്കിലും? മോൾ എഴുന്നേറ്റ് വാ, അകത്തിരിക്കാം. വാ. അല്ല അത് നന്ദടക്ക്. അയ്യോടാ ഒരു ആദ്യം മിനിറ്റ്. വാ. നന്ദു ഡാ, ഞാൻ ആ ക്യാമറമാനെ ഒന്ന് സെറ്റ് ആക്കിട്ട് വരാം. അവൻ കുറച്ചു നേരം അവിടെ നിൽക്കണ്, ഒന്ന് പറഞ്ഞു വിട്ടെ. നീ ആ തീയല്ലേ ഇതെന്ത് കാണാൻ രാശേട്ടാ കേക്കാമോ ഇപ്പോ? ആ എനിക്ക് കേക്കാം. അകത്ത് ഭയങ്കര ബഹളം, അതെനിക്ക് കേൾക്കാൻ പറ്റാണ്ടിരുന്നേ. ഞാനിന്ന് വീട്ടിൽ പോയിട്ട് വരാം. ഇല്ല രാശേട്ടാ, കുഴപ്പമൊന്നും ഇല്ല. രാശേട്ടൻ എന്തിനാ ഇപ്പൊ അവനെ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കണേ? ഈ അവസരത്തിൽ അവനെ വിളിക്കണ്ട. ഓ, ഇനി എന്നെ ചീത്ത വിളിച്ചോ? രാശേട്ടൻ ഇപ്പൊ അവനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ അത് വിഷമാവും. ഒരു പെങ്കച്ച് വന്നു കയറി വീടല്ലേ ഇത്.